അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇപ്പം ചിലപ്പോൾ ആലീസ് പറയും ഒരു ബുദ്ധിയില്ല ബോധമില്ല എന്തിനാ പഠിക്കാത്ത ആൾക്കാർക്കുണ്ടാവും ഇല്ലേ ബുദ്ധിയും ബോധമൊക്കെ പുസ്തകത്തിലുള്ളത് തന്നെ പഠിക്കണമെന്നുണ്ടാ. അപ്പോൾ സോനു മോൻ ചോദിച്ചു അതെന്താ അമ്മച്ചി അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മച്ചി എന്തായി പറയണേ 10-18 വർഷം അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടുവരുന്നത്. ഈ പഠിപ്പുള്ള മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ ജഗദീഷും മുകേഷും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഈ 8ാം ക്ലാസ് വരെ അവരെ കൊണ്ടുവന്നിരുന്നില്ലേ. അപ്പൊ അതെന്താ അതാ ഒരു പേടിയില്ല. അത് അപ്പച്ചന്റെ ശക്തിയാണ്. ഒരു പേടിയില്ല ആരെയും. അപ്പോഴാണ് ആലീസ് പറഞ്ഞത് ആലീസിന്റെ വീടിന്റെ തൊട്ടുപ്പുറത്ത് ഒരു കൊച്ചാപ്പേട്ട ഉണ്ട്. ഏത് മൂർഖം പാമ്പിനെ അയാളെ എന്ന് കൊല്ലും. കാരണം എന്താ അറിയോ അയാൾക്ക് അറിയില്ല ഏതിനാ വിഷമുള്ളതെന്നുള്ളത്. ബുദ്ധിയില്ല എത്ര അയാൾക്ക്. അപ്പൊ ഒരു പേടിയില്ലാത്തവന് ഒരു ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും നമ്മളെ തലയിലുണ്ടെങ്കിലേ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു ഭയം വരുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും. അപ്പൊ അവ അന്ന് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആ പാർലമെന്റ് മന്ദിരത്തിൽ അപ്പച്ചനെന്ന് പ്രസംഗിച്ചില്ലേ അതൊക്കെ ഒന്ന് ആലോചിക്കും. അപ്പൊ അത് തന്നെയാണ് ഇത് പറഞ്ഞത്. ഇയാൾക്ക് എന്ത് പ്രധാനമന്ത്രി ആര് അവരാര് ഇവരാര് ഇയാൾക്ക് എല്ലാം ഒന്ന് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ട്രോളിംഗ് എന്ന് പറയുമല്ലോ നമ്മളെ തന്നെ ട്രോളുക എന്ന് പറയുന്നത് അതാണ് നല്ലത്. അതാ നല്ലത്. നമ്മളെ പറ്റി പറയുമ്പോൾ മറ്റു ചില ആൾക്കാർക്ക് കൊള്ളും ഇല്ലേ. അതെ അതെ. പിന്നെ ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിലെ കഥകളാണ് പറയാറ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതെ തീർച്ചയായിട്ടും. പല സ്ഥലത്തും സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് അതാണ് ശരി. അല്ലാണ്ട് മറ്റവന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായി ഇവന്റെ വീട്ടിൽ അതൊന്നും പറയേണ്ട കാര്യം. നമുക്ക് അങ്ങോട്ടും എത്തി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റഫ് ഉണ്ട് ഒരുപാടുണ്ടല്ലോ. സ്വന്തക്കാരും ആൾക്കാരും വിവരില്ലാത്ത ആൾക്കാരൊക്കെ കുറെ ഉണ്ട് എന്റെ ആളുകള്. അപ്പോൾ ഒരു തിരുവോണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ആഘോഷത്തിലേക്കായിരിക്കും ഞാൻ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചിരിച്ചിരിച്ചിനി വയറുവേദന എടുത്തു തുടങ്ങി. പ്രൊഡ്യൂസറോട് ചോദിച്ചാലോ പ്രൊഡ്യൂസർ അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ചിരിച്ചെന്താ പറഞ്ഞു വയറുവേദന എടുക്കാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ എളുപ്പാ. ഇത് ആലീസ് കേട്ടു നോക്കിയാ അവരെ അങ്ങോട്ട് ചിരിപ്പിച്ച് വയറുവേദന ഇവിടെ വരുമ്പോ മുഖം ഇങ്ങനെ പിടിച്ചിരിക്കാം. പുറമേയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. അതൊരിക്കലും ശരിയല്ല. പിന്നെ ഞാൻ വല്ല കോളേജിലേക്കൊക്കെ ഉദ്ഘാടനത്തിന് ഫൈനാൻസ് ഉദ്ഘാടനം എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അവിടെ കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ വന്ന് അവിടുത്തെ പിള്ളേർ വന്നിട്ട് എന്നെ കൈമ പിടിച്ച് കയറ്റും. സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പിടിച്ചൊക്കെ കയറ്റും. അപ്പോൾ ഇവള് പറയണതെന്ന് വെച്ചാൽ ആലീസ് പറയണത് ഈ പെൺകുട്ടികളുള്ള കോളേജില്ലേ അവിടെ വരുമ്പോഴാണ് ഞാൻ വല്ലാണ്ട് തളരണത്. ഞാൻ എന്തെന്ന് പറയാ മനസ്സിലായി. നമ്മൾ പോലും അറിയാതൊരു തളർച്ച വന്നു പോകുന്നതാ. ചെറിയൊരു സന്തോഷമുണ്ട്. അത് വേറെ ഞാൻ അത് കാരണം കൊണ്ടൊന്നും പറയില്ല തിരിച്ചൊന്നും പറയില്ല. വഴിക്കങ്ങ് പൊക്കോട്ടെ അത് പൊക്കോട്ടെ അല്ലേ. അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം വലിയ ചിരി വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള ചിരി മതി. കാരണം എനിക്ക് എന്റെ വീട്ടിൽ പോകേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്നെ ഇതുവരെ മറ്റേ കുട്ടികളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ആലീസ് ചേച്ചിക്ക് എന്റെ ബുദ്ധിയും വിവരത്തിനെയും കുറിച്ച് അറിയാം ഏകദേശം. അപ്പൊ അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കില്ല. എന്നെ മിക്കവാറും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പൊ ടിനി ടോം അങ്ങനെ പിഷാരടി അവരൊക്കെ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. ധർമ്മജനൊക്കെ ആയിട്ട് ആരും അങ്ങനെ പെണ്ണായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ലായിരിക്കും. അല്ല വന്നാ എനിക്ക് ഇനി കുഴപ്പമില്ല. ഞാൻ ഇത്രയും കാലം ചോദിച്ചില്ല മതി. ഞാനും ഒരു ചേഞ്ച് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് കേൾക്കുമ്പോ എന്റെ പോലുള്ള ആളുകൾ അല്ലാത്തവരും കൂടെ ചിരിക്കുള്ളൂ അല്ലേ. കാരണം ഇയാൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഇയാൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഭാര്യയുടെ കാര്യം വരെ തുറന്നു പറയാൻ അയാൾക്ക് മടിയില്ല. അതാണ് മനസ്സിലാക്കുക. ഓപ്പൺ മൈൻഡഡ്. അതേ സമയത്ത് ചില കള്ളത്തരങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും പറയില്ല. എവിടെന്നെങ്കിലും ഒരു തട്ട് കിട്ടുകാരോ എന്ന് വിചാരിച്ചിട്ട്